തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങളോട് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. എല്ലാവരോടുമല്ല, സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത BJP-കാരല്ലാത്ത നിഷ്കളങ്കരായ നിഷ്കുകളായിട്ടുള്ള കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയാണല്ലോ ജയിച്ചു പോകുന്നത്. അവരോടാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. പിന്നെ LDF മുന്നണിയോടും അതുപോലെ തന്നെ UDF മുന്നണിയോടും പറയാനുണ്ട്. ശുദ്ധര് ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്ന് പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആള് ആരാണ് എന്ന് നിങ്ങളറിയോ? പത്മജ വേണുഗോപാൽ നടത്തിയ പത്ര സമ്മേളനത്തിലുള്ള ചില വാക്കുകളോട് കേട്ട് നമുക്ക് ബാക്കി കൂടി പറയാം. സുരേഷ് ഗോപിയെ പോലെ ഒരു മനുഷ്യസ്നേഹി, അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിനപ്പുറം ബന്ധങ്ങളുണ്ട്. സുരേഷ് ഗോപിയെ പോലൊരു മനുഷ്യസ്നേഹി ആയിരിക്കാം. അദ്ദേഹത്തിന് കമ്മ്യൂണിറ്റി ഒന്നും പ്രശ്നമായില്ലല്ലോ. നല്ല ഉദ്ദേശത്തോടുകൂടി വരുന്നവരാരെയും കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കും. അദ്ദേഹത്തിന് കമ്മ്യൂണിറ്റി ഒന്നും പ്രശ്നമായില്ലല്ലോ. ഇവിടെ കമ്മ്യൂണിറ്റി ഒന്നും ഒരു പ്രശ്നവുമില്ല. സംഘപരിവാരത്തിന്റെ അജണ്ട ഉണ്ടല്ലോ, അതാണ് ഇവിടുത്തെ പ്രശ്നം. സുരേഷ് ഗോപി നല്ല മനുഷ്യനായിരിക്കാം, എന്തോ ആവട്ടെ. ഏത് ആശയ സിദ്ധാന്തത്തോട് കൂടിച്ചേർന്നാണ് നിൽക്കുന്നത്? ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? നരേന്ദ്രമോദിയോടുകൂടെ. നരേന്ദ്രമോദി ആരാണ്? ഗുജറാത്ത് കലാപകാലത്ത് മുഖ്യമന്ത്രിയായ, അതിനെയൊക്കെ ആരോപണ വിധേയനായിട്ടുള്ള ആള്. ഈ BJP RSS വർഗീയവാദികളായിട്ടുള്ള ആളുകൾ നിങ്ങളെ കൂടെ ഉണ്ട്. മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന ഗോഡ്സെ പിൻപറ്റിയിരുന്ന ആശയത്തിന്റെ ആളുകളാണ് നിങ്ങൾ. നിങ്ങളുടെ MP-യും നിങ്ങളുടെ നേതാക്കളുമായിട്ടുള്ള ആളുകൾ ആ വെടിവെച്ചു കൊന്ന ഗോഡ്സെയെ ആരാധിക്കുന്ന, അവരെ പിൻപറ്റുകയും മഹാത്മാഗാന്ധിയെ പ്രതീകാത്മകമായി ഫോട്ടോയിലേക്ക് വെടിവെക്കുകയും ചെയ്യുന്ന നേതാക്കന്മാരുള്ള ആളുകൾ. ആ ഒരു ആശയത്തെ കൊണ്ടു നടക്കുന്ന ആളുകളുടെ കൂടെയാണ് ഈ സുരേഷ് ഗോപി നിൽക്കുന്നത്. ആ സുരേഷ് ഗോപിയെ ആരൊക്കെ വോട്ട് ചെയ്തും പരോക്ഷമായി പോലും വിജയിച്ചതിൻ്റെ പേരിൽ ഒരു ആശംസ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ചെയ്തതിനൊക്കെ ഒരു പങ്ക് കൂടി അവർക്ക് കൂടി അർഹതപ്പെട്ടതാണ്. സിനിമ മേഖലയിൽ നിന്നായിക്കോട്ടെ, ഏത് മേഖലയിൽ, പൊതുമേഖലയിലെ ഒരു MP ആയി വന്നതിന് ശേഷം ആശംസ അർപ്പിച്ച പലരെയും ഞാൻ കണ്ടു. ചില കാര്യങ്ങൾക്ക് നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയണം. അത് സ്വീകരിക്കാതെ പോയത് കൊണ്ടാണ് BJP-കാർ മാത്രം വോട്ട് ചെയ്തത് കൊണ്ടല്ല ജയിച്ചിട്ടുള്ളത് സുരേഷ് ഗോപി. കുറേ നിഷ്കുകളായിട്ടുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ചെയ്തു പോയിട്ടുണ്ട്. അതൊക്കെ ആട്ടിൻ തോലണിഞ്ഞു വന്നിട്ടുള്ള ചെന്നായയാണെന്ന് മനസ്സിലാക്കാതെയാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യാഘാതം എന്ത് എന്ന് കൂടി മനസ്സിലാക്കണം. ഞാൻ ആദ്യം പറഞ്ഞു, രണ്ട് മുന്നണികളോടും പറയാനുണ്ടെന്ന്. മുരളീധരൻ സ്വന്തം സഹോദരി BJP-യിലേക്ക് പോയപ്പോൾ വളരെ ശക്തമായ നിലപാടെടുത്ത നേതാവാണ്. BJP-ക്കെതിരെ പോരാടി വിജയിച്ചിട്ടുള്ള നേതാവ് നേമത്ത്. ആളെ തന്നെ കോൺഗ്രസ് കൊണ്ടുവന്നപ്പോൾ നമ്മൾ വിചാരിച്ചു വളരെ ശക്തമായൊരു മത്സരം കാഴ്ചവെക്കും, വളരെ ശക്തമായിട്ടുള്ള സംഘടനാ സംവിധാനത്തിലൂടെ BJP-ക്ക് വളരെ നല്ലൊരു മറുപടി കൊടുക്കുമെന്ന്. പക്ഷേ കൊണ്ടുവന്ന ആവേശം പിന്നീട് അങ്ങോട്ട് കോൺഗ്രസിൻ്റെയോ UDF-ൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. BJP-ക്ക് ഒരു കാരണവശാലും വിജയിക്കാനുള്ള സാധ്യത ഉണ്ടാവരുത് എന്ന് മനസ്സിലാക്കി വളരെ കൂടിയ ജാഗ്രതയോടുകൂടി UDF അവിടെ പ്രവർത്തിക്കണമായിരുന്നു. LDF-നോട് പറയാനുള്ളത്, LDF ഒന്ന് കണ്ണടച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ സുനിൽകുമാറിനെ അവിടെ കൊണ്ടുവന്നിട്ടത് നല്ലൊരു ശക്തമായ മത്സരം അതിനെ പിടിച്ചെടുക്കാൻ. പക്ഷേ സുനിൽകുമാർ കൂടി അവിടെ വന്നതോടുകൂടിയാണ് ഈ ഒരു ത്രികോണ മത്സരം ഉണ്ടാവുകയും അത് സുരേഷ് ഗോപിക്ക് സഹായകമാവുകയും ചെയ്തത്. എന്നാൽ LDF സുനിൽകുമാറിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ ജാഗ്രത കാണിക്കുന്നതിലും അവർക്കും പാകപ്പിഴ പറ്റി. കേരളത്തിൽ ഒരു സ്ഥലത്ത് പോലും BJP ജയിച്ചു വരാതിരിക്കണമായിരുന്നു. അതിനുവേണ്ടി വലിയ വാക്കിൽ സ്റ്റേജ് കെട്ടി മൈക്ക് കെട്ടി പറഞ്ഞാൽ പോരാ, അത് പ്രവർത്തന പദത്തിൽ കാണിക്കണമായിരുന്നു. ഈ ഇലക്ഷനിൽ ഇങ്ങനൊരു പാകപ്പിഴ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നേതാക്കളും അതുപോലെ തന്നെ ഒരുപാട് അണികളുണ്ട് ന്യായീകരിക്കുന്നവർ. ഏത് പാർട്ടിക്കാരായിക്കോട്ടെ, അവരുടെ പാർട്ടി നേതാക്കന്മാരെ ശക്തമായ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. മുസ്ലിം ലീഗ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും ഒക്കെ. ഞാൻ മനസ്സിലാക്കുന്നത് UDF-ൻ്റെ ഭാഗത്തുനിന്ന് കോൺഗ്രസ്, ലീഗ് ഒക്കെ തന്നെ വേണ്ടത്ര ജാഗ്രത കാട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. നമ്മൾ വടകരയിൽ കാണിച്ച ആവേശം തൃശ്ശൂരിൽ എന്തുകൊണ്ട് കാണിച്ചില്ല? സുരേഷ് ഗോപി എന്തായാലും അവിടെ കുറേ ദിവസങ്ങൾക്ക് മുൻപേ പണി തുടങ്ങിയതാണ് എന്നറിയാം. അതുകൊണ്ട് തന്നെ അവിടെ എത്രത്തോളം വർക്ക് ചെയ്യണം, ഏത് രീതിയിലൊക്കെ പ്രവർത്തിക്കണമായിരുന്നു. ധ്രുവ് രാഠിയുടെ പ്രവർത്തന ഫലമായിട്ട് നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് ആളുകൾക്ക് രാഷ്ട്രീയ അവബോധം ഉണ്ടായപ്പോൾ ഉത്തർപ്രദേശിലും അങ്ങനെയുള്ള ഹിന്ദി ഹൃദയഭൂമിയിലൊക്കെ തന്നെ നരേന്ദ്രമോദിയുടെ പൊയ്മുഖം വെളിച്ചത്തായി. പക്ഷേ കേരളത്തിൽ ജനങ്ങൾ അത്ര ബോധവൽക്കരിച്ചില്ല. ആ ബോധവൽക്കരിക്കാത്തതിൻ്റെ ഉത്തരവാദിത്തം രണ്ട് മുന്നണികളും ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു.